ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ LD ടൈപ്പിസ്റ്റ്, വേരിയസ് ഡിപ്പാർട്ട്മെന്റിലെ LD ടൈപ്പിസ്റ്റിന് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. സാർ, ഇതിന്റെ ക്വാളിഫിക്കേഷനിൽ KGTE ലോവർ ഇംഗ്ലീഷ് എന്ന് പറയുന്നു, KGTE ലോവർ മലയാളം പറയുന്നുണ്ട്, വേർഡ് പ്രോസസ്സിംഗ് പറയുന്നുണ്ട്, പിന്നെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ്? കഴിഞ്ഞ പ്രാവശ്യം തന്നെ പലർക്കും ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് അവർ അപ്ലൈ ചെയ്തില്ല, അവർ KGTE ഇല്ല എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്തില്ല. പക്ഷെ അങ്ങനെ ഒരു അബദ്ധം ഇപ്രാവശ്യം നിങ്ങൾക്ക് സംഭവിച്ചു കൂടുക. അതുകൊണ്ട് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ പലരും ആവശ്യപ്പെട്ടത് പ്രകാരം ഇതിന്റെ ഇക്വലൻസിയെ സംബന്ധിച്ച സമഗ്രമായ ഒരു വീഡിയോ ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് ഞാൻ ആ കാര്യങ്ങൾ പരിചയപ്പെടുത്തും. അതുപോലെ തന്നെ പല ഉദ്യോഗാർത്ഥികളും ഇതിന്റെ സിലബസിനെ പറ്റി ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞിരുന്നു. കാരണം ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വളരെ നാളുകളുണ്ട്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് ഇതിന്റെ പരീക്ഷ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സിലബസ് മനസ്സിലാക്കി ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു 65-70 മാർക്കിന് മേളിൽ സ്കോർ ചെയ്യാൻ കഴിയുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നമുക്ക് നോക്കാം. നോക്കൂ, ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ അറിയുന്നത് പോലെ പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ്. SSLC പാസ്സാകണം, അത് അടിസ്ഥാന യോഗ്യതയാണ്. ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ KGTE ഹയർ ഒന്നും വേണ്ട, ലോവർ ഗ്രേഡ് മതി. ഇംഗ്ലീഷിലും വേണം, മലയാളത്തിലും വേണം. പിന്നെ പറയുന്നത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്. ഇതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ ബേജാറാകേണ്ട കാര്യമില്ല. ഇത് രണ്ടും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അവിടെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ആ കാര്യം ഓർത്താൽ മതി. ഇത് രണ്ടുമുള്ള ഒരാൾ എനിക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. എന്താ കാര്യം എന്നറിയോ? 2022 ജനുവരി മുതൽ നടത്തിയ KGTE പരീക്ഷകളിലെല്ലാം തന്നെ ലോവറിനോടൊപ്പം ഹയറിനോടൊപ്പം എന്തുണ്ട്? വേർഡ് പ്രോസസ്സിംഗ് ഉണ്ട്, അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് വേർഡ് പ്രോസസ്സിംഗിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട, ഇത് രണ്ടും ഉണ്ടായാൽ മതി. പിന്നെ 2002 മുൻപ് പാസ്സായ ആൾക്കാരൊന്നും ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അത് പറയേണ്ട കാര്യമില്ല. അവരുണ്ടെങ്കിൽ അവർ പ്രത്യേകം വേർഡ് പ്രോസസ്സിംഗ് എടുക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ ഈ 2 ക്വാളിഫിക്കേഷൻസ് ആണ് പ്രധാനം. ഇനി ഇതിന് ഇക്വലൻസി, എന്തിനാണ് ഇക്വലൻസി കിട്ടുന്നത് എന്ന് നോക്കാം. നോക്കൂ, ഈ പറയുന്ന 6 ക്വാളിഫിക്കേഷനുകൾ, ഈ 6 ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നും സംശയിക്കണ്ട. അവിടെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് നോക്കണ്ട, ലോവറും നോക്കണ്ട, ഹയറും നോക്കണ്ട, മലയാളവും നോക്കണ്ട, ഇംഗ്ലീഷും നോക്കണ്ട. അപേക്ഷിക്കുക. നിങ്ങളുടെ അപേക്ഷ അംഗീകരിക്കപ്പെടും. നിങ്ങൾ നന്നായിട്ടങ്ങ് പഠിച്ചാൽ മതി എന്നേ. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ നടക്കുന്ന പരീക്ഷ അങ്ങ് നന്നായിട്ട് എഴുതിയാൽ മതി, നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടും. ഇതേ ക്വാളിഫിക്കേഷൻസ് ഇതാണ്. VHSC കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെന്റ്, VHSC ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിഷിപ്പ്. കണ്ടല്ലോ, ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികളുടെ കയ്യിലൊക്കെ മിക്കവാറും ഉള്ളതാണിത്. VHSC പഠിച്ചപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിഷിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടോ? പിന്നെ ചിലർ പോകുന്ന ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ്. ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു ക്വാളിഫിക്കേഷനെ പറ്റി നിങ്ങൾ അംഗീകരിക്കേണ്ട. നിങ്ങൾക്ക് എന്തായാലും SSLC ഉണ്ടാകും. പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ പാസ്സായോ അല്ലെങ്കിൽ KGTE പാസ്, ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങൾ അയച്ചോളൂ. ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസും ഉണ്ട്, ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസും ഉണ്ട്. അതുകൂടാതെ ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടല്ലോ, അത് മതി എന്നേ. പിന്നെ ഒരു വേർഡ് പ്രോസസ്സിംഗും മറ്റൊരു ക്വാളിഫിക്കേഷനും വേണ്ട, നിങ്ങൾ അയച്ചോളൂ. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ അയച്ചോളൂ. അപ്പോ KGTE ലോവറോ ഹയറോ ഇല്ലാത്ത ഹതഭാഗ്യരാണ് നമ്മളെന്ന് കരുതണ്ട. ഈ 6 ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒന്നോ, എല്ലാം വേണ്ട, ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ പരീക്ഷ എഴുതുക, അയക്കുക, പരീക്ഷ എഴുതുക. ഇനി അടുത്തത്, ഇത് KGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതിന് തുല്യമാണ് ഞാൻ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയ പോലെ കരുതിയാൽ മതി. ഈ ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തമായിട്ടുണ്ടെന്ന് കരുതുകയാണ്. നോക്കാം. ഇനി നിങ്ങൾക്ക് VHSC അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ്, നേരത്തെ പറഞ്ഞതല്ല, അല്ലാതെ VHSC അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ
NDC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റിൽ സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടറിയൽ അസിസ്റ്റന്റ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന NDC ഉണ്ടെങ്കിൽ അത് 2 കാര്യങ്ങൾക്ക് ഈക്വൽ ആകും. ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ 6 ക്വാളിഫിക്കേഷനുള്ളവർക്ക് അയക്കാം, ഒരു പ്രശ്നമില്ല, ഏതെങ്കിലും ഒന്ന് മതി. ഈ പറഞ്ഞ 2 ക്വാളിഫിക്കേഷനിൽ ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവറിനെ പറ്റി നിങ്ങൾ ബേജാറാകണ്ട, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിനെ പറ്റിയും ബേജാറാകണ്ട. അപ്പൊ ഈ 2 ക്വാളിഫിക്കേഷൻ ഇക്വലന്റ് ആകുന്നുണ്ട്. ഈ 2 ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാ? VHSC അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിങ്ങും NDC സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടറിയൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷും ഈ 2 ക്വാളിഫിക്കേഷനും ഇക്വലന്റ് ആയിട്ട് വരുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷൻ കൂടെ വേണ്ടി വരും? മലയാളം ലോവർ പാസ്സാകേണ്ടി വരും. അപ്പൊ ഈ ക്വാളിഫിക്കേഷനിൽ ഒന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ മലയാളം ലോവർ കൂടെ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാം. കാരണം ഇത് ഈ 2നും ഇത് ഇക്വലന്റ് ആണ്. അതുകൊണ്ട് തന്നെ മലയാളം കൂടി മതി. ഇനി നിങ്ങൾ NCVT സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ അത് പാസ്സായിട്ടുണ്ടെങ്കിൽ അത് KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവറിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലോവർ മാത്രം പോരല്ലോ, നമുക്കവിടെ SLC ഉണ്ട്, ഇംഗ്ലീഷ് ലോവറിന് തുല്യമായി. അപ്പോൾ പിന്നെ 2 എണ്ണം ഏതൊക്കെയാണ് വരേണ്ടത്? മലയാളം വേണം, വേർഡ് പ്രോസസ്സിങ് വേണം. അത് 2 എണ്ണം വേണ്ടി വരും അല്ലേ? അപ്പോൾ അത് 2ഉം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ആദ്യം പറഞ്ഞ 6 ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അപ്ലൈ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല, വേറെ ഒന്നും വേണ്ട. പിന്നെ ഇതിൻ്റെ പരീക്ഷ കുഞ്ഞുങ്ങളെ തയ്യാറായിക്കോ. ഒക്ടോബർ നവംബർ 2026 എന്ന് PSC പ്രഖ്യാപിച്ചിരിക്കുന്നു. PSCയുടെ പ്രഖ്യാപനങ്ങൾ ഇപ്പം പാഴായി പോകാറില്ല. കാരണം വളരെ കാര്യക്ഷമമായ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ടെൻറ്റേറ്റീവായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിലും കറക്റ്റ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇതിൻ്റെ പരീക്ഷ നടന്നിരിക്കും. ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. അവിടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ അലംഭാവം വരുത്തരുത്, വരുത്താൻ പാടില്ല. ഇനി നിങ്ങൾ എന്തു പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് അധികമൊന്നും ഉണ്ടാവില്ല, 10 മാർക്ക്. ഞാനിത് ഇപ്പോൾ അവർ പുതിയതിൻ്റെ തന്നിട്ടില്ല, ഇത് തന്നെ ആകാനാണ് സാധ്യത, അല്ലെങ്കിൽ ഇതിൽ ചെറിയ ഭേദഗതികളെ ഉണ്ടാവും. 10 മാർക്ക്. ഇനി കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40 മാർക്ക്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? അതിൽ കൂടുതലും മൈക്രോസോഫ്റ്റ് വേർഡിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വരിക. ഇതിൽ സിംഹഭാഗവും 40 മാർക്കിൽ സിംഹഭാഗവും മൈക്രോസോഫ്റ്റ് വേർഡ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ, അതിനെപ്പറ്റിയുള്ളതാണ്. പിന്നെ അതിൽ എക്സൽ ഉണ്ടാകും, പവർ പോയിന്റ് ഉണ്ടാകും. ഒക്കെ ഒന്ന് അടിച്ച് കസറി പഠിച്ചാൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് വരും. പിന്നെ കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള അടിസ്ഥാന അറിവുകൾ വരും. ഇതൊക്കെ അങ്ങോട്ട് പഠിച്ചാൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് നമ്മളുടെ കയ്യിലിരിക്കും. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് റൈറ്റിങ്ങിനെ പറ്റിയുള്ള, ഈ ടൈപ്പ് റൈറ്റിംഗ് മെഷീനെയൊക്കെ പറ്റിയുള്ള ഒരു 10 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പഠിച്ചാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. റീജിയണൽ ലാംഗ്വേജ് മലയാളം, തമിഴ്, കന്നഡക്കാരെ അയക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള നമ്മൾ മലയാളം നോക്കൂ. 20 മാർക്ക് മലയാളം, നമ്മുടെ LDCക്കൊക്കെ വരാറില്ല, അതുപോലെ. ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്. ഇങ്ങനെ 100 മാർക്കിന്റെ ഒരു പാറ്റേൺ കേട്ടോ. അപ്പൊ അവിടെ നിങ്ങൾ നിർണായകമായി മാറുന്ന ഒരു സെക്ഷനാണ് ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് കേട്ടോ. നന്നായിട്ട് പഠിക്കുക. വേർഡ് പ്രോസസ്സിംഗ് ഒക്കെ നന്നായിട്ട് പഠിച്ചാൽ മതി. പ്രത്യേകിച്ച് MS വേർഡിനെ പറ്റിയും എക്സലിനെ പറ്റിയും പവർ പോയിന്റിനെ പറ്റിയും കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള അറിവുകൾ, പിന്നെ ഈ പറഞ്ഞ പിന്നെ നമ്മൾ ഈ പറഞ്ഞ എക്സൽ വേർഡ് ഉണ്ടല്ലോ, പിന്നെ എന്താണ് മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഇതിന് സമാനമായി ഗൂഗിളിൽ വരുന്നുണ്ട്. ഗൂഗിൾ സ്ലൈഡ്, ഗൂഗിൾ ഡോക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത്, ഗൂഗിൾ ഷീറ്റ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഉള്ളൊരു അറിവ് നിങ്ങൾ കരസ്ഥമാക്കി കഴിഞ്ഞാൽ അതോടൊപ്പം നമ്മൾ മറ്റു പരീക്ഷകൾക്കൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാറില്ലേ, ജനറൽ ഇംഗ്ലീഷ് പഠിക്കുക, റീജിയണൽ ലാംഗ്വേജ് മലയാളം പഠിക്കുക, അപ്പോൾ തന്നെ അവിടെ 40 മാർക്ക്. പിന്നെ ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് 10 മാർക്കേ വരുന്നുള്ളൂ, വളരെ കുറഞ്ഞ ഒരു പോർഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പം അങ്ങനെ പഠിച്ച് മുന്നേറിയാൽ നമുക്ക് ഈ ജോലി നമുക്കറിയാം, നമ്മളുടെ ജില്ലയിൽ തന്നെ, കാരണം നമ്മുടെ ജില്ലാ ബേസ് നമ്മുടെ ജില്ലയിലാണ് അയക്കുന്നത്, നമ്മുടെ ജില്ലയിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന സുഖകരമായൊരു ജോലിയാണ്. പിന്നെ ഇപ്പോൾ ടൈപ്പിംഗ് എന്ന് പറയുന്നത് പണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ഓഫീസിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ടൈപ്പിസ്റ്റാണ്.
കാരണം എന്താണെന്നറിയോ? അവർക്ക് അങ്ങോട്ട് ലെറ്ററൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ടൈപ്പ് റൈറ്റിംഗ് മെഷീനിലാണ് അടിക്കുന്നത്. പക്ഷെ ഇന്ന് ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന മെഷീൻ ഓഫീസുകളിലില്ല. അവിടെയുള്ളത് എന്താണ്? കമ്പ്യൂട്ടറാണ്. ആ കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് കണക്ഷൻ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് എന്താ, അങ്ങോട്ട് ഒരു ഡ്രാഫ്റ്റ് അങ്ങോട്ട് എഴുതി ഒരു ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ChatGPT കൊടുത്താൽ അവരെന്താണ് ടൈപ്പ് ചെയ്ത് സാധനം റെഡിയാക്കി അങ്ങ് തരും. നിമിഷ നേരം കൊണ്ട് നമ്മൾ വലിയ ഡ്രാഫ്റ്റൊക്കെ അങ്ങ് ചെയ്ത് കഴിയും. ഇപ്പൊ ഇന്ന് പാട്ടും കേട്ട് സുഖമായിട്ടിരിക്കുന്ന ആളുകളാണ് ഈ കേരളത്തിലെ ടൈപ്പിസ്റ്റുകൾ കേട്ടോ. അവർക്ക് ജോലി വളരെ കുറഞ്ഞു. കാരണം പെട്ടെന്ന് ചെയ്യാം, ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ വന്നപ്പോൾ. പണ്ടത്തതുപോലെ ആ ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ എന്ത് കഷ്ടപ്പാടാതെ കാണുമ്പോൾ നമുക്ക് വിഷമം വരുമായിരുന്നു. അപ്പോൾ ഇപ്പോഴതൊരു സുഖകരമായ ജോലിയായി മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് നമുക്ക് അലസതയുടെ ദിനങ്ങൾ ഇങ്ങനെ വാരിപ്പുണരാമെന്ന് കരുതുക. അതൊക്കെ സുഖമാണ്. സുഖമായിട്ട് കിടന്നുറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഉത്തരവാദിത്ത ബോധമില്ലാതെ മുന്നോട്ട്, ഇതൊക്കെ സുഖകരമായിട്ട് ഇപ്പം നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഭാവിയിൽ അത് ഒരു ബുദ്ധിമുട്ടിലേക്ക് നിങ്ങളെ നയിക്കൂ. നമ്മളുടെ ഇന്നത്തെ എഫർട്ടാണ് നാളത്തെ നമ്മളുടെ വിജയത്തെ നിർണ്ണയിക്കുക. ആത്മാഭിമാനത്തോടുകൂടി മുന്നോട്ട് കുതിക്കുന്നവനായി നമ്മളെ പ്രാപ്തരാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ എഫർട്ട് ഉണ്ടായേ മതിയാകൂ. അതുകൊണ്ട് തന്നെ നാളെയിലെ നല്ലൊരു ജോലി സ്വപ്നം കാണുമ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെ പറ്റി മറക്കരുത്. അത് തയ്യാറെടുപ്പുകളിലൂടെ മുന്നോട്ട് പോകണം. ഒരു നിമിഷവും നമുക്ക് പാഴാക്കാനില്ല. നമ്മൾ വിജയിക്കും, വിജയം നേടും. എല്ലാവർക്കും വിജയാശംസകൾ. ഗുഡ് ബൈ.